നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ടുഡേസ് ഡിബേറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന് കീഴിലെ 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയാണെന്ന് മനോരമ പത്രത്തിൻ്റെ വാർത്ത. എന്നാൽ വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നും നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജു. മനോരമ പുറത്തുവിട്ട സ്ഥാപനങ്ങളിൽ 10 സ്ഥാപനങ്ങൾ പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കും മുൻപ് പ്രവർത്തനം നിർത്തിയതോ പുനർക്രമീകരിച്ചതോ ആണെന്നുള്ളതാണ് വസ്തുത. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ പിടിപ്പുകേടും കേടുകാര്യസ്ഥതയുമുണ്ടോ? സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമോ? മനോരമ വാർത്തയുടെ യാഥാർത്ഥ്യമെന്ത്? ടുഡേസ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. അതിഥികൾ ശ്രീ KN ഗോപിനാഥ്, CITU, ശ്രീ ഹെൻറി ഓസ്റ്റിൻ, കോൺഗ്രസ് പ്രതിനിധി. ശ്രീ KN ഗോപിനാഥ്, മനോരമ പുറത്തുവിട്ട വാർത്ത താങ്കളടക്കമുള്ള CITUവിൻ്റെ നേതാക്കന്മാരിൽ ഏത് തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്കാണ് നയിക്കുന്നത്? എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് ആ വാർത്തയിൽ? കുലബന്ധം പോലും ഇല്ലാത്ത ഇത്തരം വാർത്ത മലയാള മനോരമയുടെ ഒരു തിരക്കഥയാണെങ്കിലും, പക്ഷേ ജനങ്ങളെ കുറച്ച് നേരത്തേക്കെങ്കിലും, അത് CITU ആണെങ്കിലും INTUC ആണെങ്കിലും തൊഴിലാളിയാണെങ്കിലും ഏതൊരു തൊഴിലാളിയെയും സാധാരണ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഇടവരുത്തും. സംശയം ജനിപ്പിക്കാൻ ഇടവരുത്തുന്ന വിധത്തിലേക്ക് ഏതാണ്ട് വിശ്വാസജനകമായിട്ടുള്ളൊരു വാർത്ത എന്നുള്ള നിലയിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മലയാള മനോരമയെ പോലുള്ള ചില മാധ്യമങ്ങൾ ഇത്തരം അവാസ്തവമായിട്ടുള്ള വാർത്തകൾ ചമച്ച് അത് പ്രചരിപ്പിച്ച് അത് ആഘോഷിക്കുന്ന ഒരു പാരമ്പര്യമുള്ള ഒരു പത്രമാണ്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് മനോരമയുടെ വാർത്തയിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മനോരമയല്ലാതെ മറ്റു പത്രങ്ങളെല്ലാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ആ ബഡ്ജറ്റിൻ്റെ നല്ല പ്രപ്പോസലുകളെ സംബന്ധിച്ചും, അതുകൂടാതെ കേരളത്തിലെ ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിച്ച് നവീകരിച്ച് മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള ബഡ്ജറ്റിൻ്റെ നിർദ്ദേശങ്ങളെ സംബന്ധിച്ചുമൊക്കെ നല്ല വിധത്തിലേക്ക് എക്സ്പോസ് ചെയ്ത് പ്രചരിപ്പിച്ചപ്പോൾ മനോരമയ്ക്ക് മാത്രം 18 പൊതുമേഖലാ സ്ഥാപനങ്ങളെ താഴിട്ട് കൂട്ടിയെന്നാണ്. ശരിക്ക് ബ്യൂറോ ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് BPEയുടെ ഒരു ക്യാരി ഫോർവേഡ് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ടേമുണ്ട്. അത് എക്കണോമിക് ടേമാണ്. അത് ബഡ്ജറ്റിൻ്റെ അനുബന്ധ രേഖകളിൽ ഒരുപാട് കാര്യങ്ങൾ ബഡ്ജറ്റ് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ബഡ്ജറ്റിൻ്റെ അനുബന്ധ രേഖകളിലുള്ള ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് പൂട്ടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വൈൻഡപ്പ് ചെയ്ത് സാധ്യമല്ല എന്ന് പറഞ്ഞ ആ സ്ഥാപനങ്ങൾ, അവിടുത്തെ തൊഴിലാളികൾ ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല. പലരും 40 കൊല്ലവും അതുപോലെ തന്നെ 20 കൊല്ലവും 22 കൊല്ലമൊക്കെ മുമ്പ് അടഞ്ഞുപോയ വ്യവസായ സ്ഥാപനങ്ങളാണ്. ആ വ്യവസായ സ്ഥാപനങ്ങളുടെ തൊഴിലാളികളുടെ എല്ലാ ക്ലെയിം സെറ്റിൽമെൻറ്റും പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ 18 സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷം, അതുകൊണ്ട് 10ഓളം സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെ വേണ്ടെന്ന് വെച്ച സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് അവരവും കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് വളരെ പെട്ടെന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. കേരളത്തിലെ ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടുന്നില്ല എന്ന് മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് ഏറ്റവും ബഡ്ജറ്റിലും ഞങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് എല്ലാം സെറ്റിൽ ചെയ്യുന്നതിനാവശ്യമായി കുറച്ചെങ്കിലും പണം പ്രത്യേകമായി ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ മാറ്റിവെക്കണമെന്ന് CITU ജനറൽ സെക്രട്ടറി സാഹിബ് ഇളമരം കരീം, അദ്ദേഹത്തോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു, പ്രീ ബഡ്ജറ്റ് ചർച്ചയിൽ. മുൻ വർഷങ്ങളിലെ ബജറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ തവണത്തെ ബജറ്റിൽ സ്വകാര്യ മൂലധനത്തിന് കുറച്ചധികം പ്രാധാന്യം കിട്ടുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ സ്വകാര്യ മൂലധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ബജറ്റ് എന്നാണ് ചില വിമർശകർ പറയുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ചിലതിൻ്റെങ്കിലും നിലനിൽപ്പ് ഭീഷണിയിലാകുമോ എന്നുള്ള ഒരു സംശയം മുൻപോട്ട് വരുന്നത്. ഞാൻ ചോദ്യം വ്യക്തമായില്ല എനിക്ക്. ഞാൻ പറയാൻ വന്നത് 276 കോടി രൂപ സാധാരണ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഒരു ബഡ്ജറ്ററി സപ്പോർട്ട് ഉണ്ടാവും. ആ സപ്പോർട്ട് ഇപ്രാവശ്യവും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേന്ന് കുറയ്ക്കാത്ത വിധത്തിലേക്കുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് കിട്ടിയിട്ടുണ്ട്, കെമിക്കൽ ഇൻഡസ്ട്രിക്ക് കിട്ടിയിട്ടുണ്ട്, ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി, എല്ലാ കാറ്റഗറി ചെയ്ത എല്ലാ സെക്ടറിനും കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ
ട്രേഡ് യൂണിയനുകൾ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യം വ്യവസായ വകുപ്പ് മന്ത്രി, തൊഴിൽ മന്ത്രി, അതുപോലെ ധനകാര്യമന്ത്രിയും ഒരേപോലെ ചെവിക്കേണ്ടതാണ്. മുഖ്യമന്ത്രി അടുത്ത് വരെ ഞങ്ങൾ പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ വർഷങ്ങളായി മാറി മാറി വരുന്ന ഗവൺമെൻറ് കാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ക്രൈസിസിൻ്റെ ഭാഗമായി വിരമിച്ചു പോയിട്ടുള്ള തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടിയിട്ടില്ല, അവരുടെ പെൻഷൻ അവർക്ക് കിട്ടിയിട്ടില്ല, പ്രോവിഡൻറ്റ് ഫണ്ടിലെ പെൻഷനിലേക്കുള്ള അടങ്കൽ അടച്ചിട്ടില്ല, ഇങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് അടക്കമുണ്ട്. വർഷങ്ങളായി ശമ്പളം കിട്ടാത്തവരുണ്ട്. അവരിൽ ചിലരെല്ലാം മരണപ്പെട്ടു പോയി. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ളതിൽ ഈ ഗവൺമെൻറ് അത്തരം സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്, സാധാരണ ഗവൺമെൻറ് ബഡ്ജറ്ററി സപ്പോർട്ട് കൊടുത്താൽ ആ തുക സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസിനൊന്നും വേണ്ടി വിനിയോഗിക്കാൻ പറ്റില്ല, വഴിമാറ്റി ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഹെഡിലാണ് അത് തരുന്നത്. ഇപ്രാവശ്യം ആദ്യമായി ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് തൊഴിലാളികൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് കിട്ടേണ്ടത് കൊടുക്കാൻ വേണ്ടി 276 കോടി രൂപ ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി, അതേപോലെ പൊതുമേഖലയെയും തൊഴിലാളികളെയും സ്നേഹിക്കുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ഉള്ളപ്പോൾ നട്ടാൽ കുരുക്കാത്ത നുണകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന രീതി മലയാള മനോരമയെ പോലുള്ള പത്രങ്ങൾ ഇനിയെങ്കിലും നിർത്തണം. ശരി, കെ എൻ ഗോപിനാഥ് താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഹെൻറി ഓസ്റ്റിൻ കോൺഗ്രസിന്റെ നേതാവാണ്. നട്ടാൽ കുരുക്കാത്ത നുണകളാണ് മനോരമ പുറത്തുവിടുന്നതെന്നാണ് ഇപ്പോൾ ശ്രീ കെ എൻ ഗോപിനാഥ് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് 18ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടുമെന്നുള്ള വാർത്തയിൽ യാതൊരുവിധ യാഥാർത്ഥ്യം ഇല്ല, അത് തികച്ചും തെറ്റായ വാർത്തയെന്നാണ്. കോൺഗ്രസ് അത് വിശ്വസിക്കുന്നു. ഇതിലിപ്പോ ഒരു മാധ്യമ വാർത്തയെ സംബന്ധിച്ച് വന്നിട്ടുള്ള വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അവര് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD വിട്ടിരിക്കുന്ന ഒരു വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ വാർത്ത ഇട്ടിരിക്കുന്നത്. അതിൽ 18ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കാനായിട്ട് തീരുമാനിച്ചു എന്നുള്ളതാണ് വാർത്ത വന്നത്. അതിന്റെ യാഥാർത്ഥ്യം വിശദീകരിക്കേണ്ട സർക്കാർ തന്നെയാണ്. ഇന്നിപ്പോ മന്ത്രി തന്നെ അത് ഒരു യാഥാർത്ഥ്യത്തിലുള്ള വാർത്തയല്ല എന്ന് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് അതിന്റെ ഒതന്റിസിറ്റിയെ സംബന്ധിച്ച് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം ഇപ്പോ ഇതിൽ പറഞ്ഞ പോലെ ഏകദേശം 10ഓളം സ്ഥാപനങ്ങൾ മുൻകാലങ്ങളിൽ തന്നെ പ്രവർത്തനം നിലച്ചുപോയ സ്ഥാപനങ്ങളാണ് എന്ന് ശ്രീ ഗോപിനാഥ് എന്നോട് സൂചിപ്പിക്കുന്നുണ്ടായല്ലോ. അപ്പം ഇത്തരത്തില് ഒരു വാർത്ത വന്നു, പക്ഷെ അതിൻ്റെ അകത്ത് അതൊരു ചർച്ചയ്ക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും അവരുടെ തുടരുന്ന വയബിലിറ്റിയെ സംബന്ധിച്ചും സർക്കാർ നയത്തെ സംബന്ധിച്ചും ഒക്കെ ഒരു ചർച്ച തുറക്കം വെച്ചിട്ടുണ്ട്. അത്തരത്തില് ഇത് നമ്മൾ ഒന്ന് പരിഗണിക്കേണ്ടതാണ്. കാര്യം കേരളത്തിൽ നമുക്കറിയാം 149ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അതില് ഇത്രയും വർഷം കൊണ്ട് നമ്മൾ സഞ്ചിതമായി നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 90,000 crores ആണ്. 90,000 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സഞ്ചിത നഷ്ടം എന്ന് പറയുന്നത് ഏകദേശം 33,000 കോടിയോളം നഷ്ടം നമ്മൾ സഹിച്ചിട്ടുണ്ട്. അത് ഒരു ഗവൺമെന്റ് അല്ല, ഇത്രയും വർഷങ്ങൾ കൊണ്ട് നമ്മളുടെ ഒരു കേരള സംസ്ഥാനം രൂപീകരിച്ച ശേഷമുള്ള ഈ മാറി മാറി വന്ന ഗവൺമെന്റുകൾ പല മേഖലകളിലായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയതിൽ വളരെ ചുരുക്കം മാത്രമേ ഇപ്പൊ ഈ 149 ഏകദേശം 57 മാത്രമാണ് ലാഭത്തിൽ പ്രവർത്തിക്കുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതി എന്താണ്? സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പരാധീനതകളിലൂടെ മുന്നോട്ട് പോകുന്നു. ദൈനംദിന ചെലവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പൊ ട്രഷറിയിൽ ഇപ്പോഴും 1 ലക്ഷത്തിൽ കൂടുതലുള്ള ബില്ലുകൾ പാസ്സാക്കാൻ പറ്റാത്തത്രയും കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടി പോകുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് പണം ചെലവഴിക്കുന്ന മേഖലകളെ സംബന്ധിച്ച് ഒരു റാഷണലൈസേഷൻ വേണ്ടി വരും. ഇപ്പോ ധനമന്ത്രി തന്നെ പ്ലാൻ ബി എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മുടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനം കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കുമ്പോൾ പ്ലാൻ ബി എന്ന് പറയുന്നത് സ്വകാര്യ മൂലധനത്തെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണ്. കാരണം ഇതിന്റെ എല്ലാ സൂചകങ്ങളും ബഡ്ജറ്റിലുണ്ട്. സ്വകാര്യ മൂലധനത്തെ പല മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, ടൂറിസം മേഖലയിൽ, ഇൻഡസ്ട്രിയൽ പാർക്കുകളുടെ മേഖലയിൽ, അങ്ങനെ പല മേഖലകളിലായിട്ട് ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം ഹെഡുകളിലേക്ക് ഇപ്പൊ സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോൺസ്, ചൈനീസ് മാതൃകയിലെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോൺസ്, അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ സ്വകാര്യ ക്യാപിറ്റൽ വരുമ്പോൾ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഓപ്പൺ മാർക്കറ്റാണ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു ദിശ എന്ന് പറയുന്നത് ഇപ്പൊ LDF സർക്കാർ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ദിശ എന്ന് പറയുന്നത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ സ്വകാര്യ ക്യാപിറ്റലിൽ അത് വിദേശ സർവകലാശാല കൊണ്ടുവരും എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ചർച്ച നടക്കുകയാണല്ലോ. ഇപ്പൊ വിദേശ സർവകലാശാല, സ്വകാര്യ സർവകലാശാലകൾ, ഇതൊക്കെ നയപരമായിട്ട് പാർട്ടി എതിർത്തിരുന്ന മേഖലകളാണ് ഇപ്പൊ തുറന്നു കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു വഴി ഇപ്പൊ കെ എൻ ഗോപിനാഥ് അസംബന്ധം എന്നത് പറയുമ്പോൾ തന്നെ മുൻകാലങ്ങളിൽ അചിന്തനീയമായിട്ടുള്ള CPM സംബന്ധിച്ച് നയപരമായിട്ട് വളരെ ശക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്ന പല മേഖലകളാണ് ഇപ്പൊ തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിദേശ സർവകലാശാല ഹെൻറി ഓസ്റ്റിൻ നമുക്ക് വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് താങ്കളും ഈ വാർത്ത തെറ്റാണ് എന്നുള്ള രീതിയിൽ താങ്കൾ അംഗീകരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിനോട് വളരെ സന്തോഷത്തോടെ കേൾക്കാൻ നിൽക്കുന്നു. അതോടൊപ്പം ഈ 66 നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പോഴത് 59 എത്തിച്ചതും ഇക്കഴിഞ്ഞ ആ ഒരു പീരീഡിൽ തന്നെയാണ്. നമുക്കതും മാറ്റിവെക്കാൻ സാധിക്കില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു പൊതുചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ
ബഹുഭൂരിപക്ഷം നഷ്ടത്തിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് ചുരുക്കം ചില സ്ഥാപനങ്ങൾ മാത്രം നഷ്ടത്തിലേക്ക് എന്ന രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ചെറിയ തുകകൾ മാത്രമാണ്. ചില സ്ഥാപനങ്ങൾ ഞാൻ മാറ്റിവെക്കുന്നില്ല. ഇപ്പോൾ KSRTC അടക്കമുള്ള സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ നമുക്കൊരു എക്സെപ്ഷണൽ കേസുകളാണ്. എന്നാൽ പോലും പൊതുവെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരു പുതിയ ഉണർവിൻ്റെ പാതയിലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ ശ്രീ ഹെൻറി ഓസ്റ്റിൻ? കാരണം നമ്മളൊരു ഒബ്ജക്റ്റീവായിട്ട് സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ ഞാൻ ചെറുതായി കാണുന്നില്ല. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ 66-59 നഷ്ടം കുറച്ചു എന്നുള്ളത് നല്ല കാര്യം. നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമുക്ക് ഏകദേശം 1,39,000 ആളുകൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്രയും തൊഴിലാളികളുണ്ട് ആ മേഖലകളിൽ. പക്ഷെ ഈ ഇതിന്റെ ഒരു ലാർജർ പിക്ചർ എന്ന് പറയുന്നത് നമുക്ക് ഉള്ള 149 സ്ഥാപനങ്ങളിൽ 57 മാത്രമേ ഇപ്പോഴും ലാഭത്തിലുള്ളൂ. ബാക്കിയുള്ളത് നഷ്ടത്തിൽ തന്നെയാണ്. നമ്മള് ചില ഇപ്പൊ കൈവിരലാണ് 7-8 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മൾ ലാഭത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് പറയുന്നത് നല്ല കാര്യം, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ നിലനിർത്താൻ പറ്റുന്നത്ര നിലനിർത്തട്ടെ. പക്ഷേ ഇതിലൊരു റാഷണലൈസേഷൻ അനിവാര്യമാണ്. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇന്ന് കടുത്ത വിഭവ സമാഹരണത്തിന് വലിയ തോതിൽ ഞെരുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് കണ്ടിന്യൂസ് ആയിട്ട് ലാഭകരമല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന അത്ര പ്രായോഗികമായിട്ടൊരു സമീപനമല്ല. താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ KN ഗോപിനാഥ്, നമുക്കിവിടെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ, അതായത് നഷ്ടത്തിലുണ്ടായിരുന്ന സ്ഥാപനങ്ങളെ നമുക്ക് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിന് കണക്കുകളൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നു. അതേസമയം ഇപ്പോൾ KSRTC അടക്കമുള്ള വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ KSEB, സപ്ലൈകോ തുടങ്ങിയവയുടെ കണക്കുകൾ, നഷ്ടക്കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ വലിയ കോടികളുടെ കണക്കുകളാണ്. അപ്പോൾ അവിടെ ഏത് തരത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും ഉണ്ടാകേണ്ടത്? അല്ലെങ്കിൽ അവയെ ഭയക്കുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ അത് ഒരു സ്വകാര്യ മേഖലയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള സംശയങ്ങളും വിമർശകർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അല്ല, ഈ എൻ്റെ സുഹൃത്ത് ചർച്ചയിൽ എന്നോടൊപ്പം ഉള്ള ശ്രീ ഹെൻറി ഓസ്റ്റിൻ, അദ്ദേഹം വസ്തുതാപരമായി കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. എനിക്കതിൽ സന്തോഷമുണ്ട്. ചില റിയാലിറ്റീസ് അദ്ദേഹവും അഡ്മിറ്റ് ചെയ്തു, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ അദ്ദേഹം അവസാനം പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഈ ചർച്ചയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഗവൺമെൻറ് വേറൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഏതാണ്ട് സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്ലാൻ ബിയിലേക്ക് പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് സർവകലാശാല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിലത് തുടങ്ങി വെച്ചു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആയിട്ടുള്ള EMS സർക്കാർ 1957 കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കൻ കമ്പനിയായ കനേഡിയൻ കമ്പനിയായ അലൂമിനിയം കമ്പനി അൽക്കാനെ കേരളത്തിനകത്തേക്ക് ക്ഷണിച്ച് പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി കേരളത്തിനകത്ത് ഉപയോഗിക്കാൻ യൂണിറ്റിന് 3 പൈസയ്ക്ക്, ഒരു യൂണിറ്റ് കറണ്ടിന് 3 പൈസയ്ക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ അനുമതി കൊടുത്ത് കേരളത്തിൽ സ്ഥാപിച്ചതാണ് ഇന്നത്തെ ആദിത്യ ബിർളയുടെ ഏറ്റവും വലിയ ഒരു വലിയ ഇന്ത്യയിലെ കുത്തകയായിട്ടുള്ള ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള പഴയ ഇന്ത്യൻ അലൂമിനിയം കമ്പനി, ഇപ്പോൾ ഹിന്ദുസ്ഥാൻ അലൂമിനിയം കമ്പനിയായിട്ടുള്ള ഹിൻഡാൽകോ. ശേഷസായി എന്ന് പറയുന്നൊരു ബിസിനസ് ഗ്രൂപ്പിനെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെ EMS ഗവൺമെൻറ് ക്ഷണിച്ചാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ, ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ രാസവള വ്യവസായ സ്ഥാപനമായിട്ടുള്ള FACT എന്ന് പറയുന്ന സ്ഥാപനം ആദ്യം സ്വകാര്യ മൂലധനത്തിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ പൊതുമേഖലാ സംരക്ഷണം CITU CPM അല്ല പൊതുമേഖലാ സംരക്ഷണം പറയുന്നത് കൊണ്ട് അതിൽ വെള്ളം ചേർത്തു എന്നൊന്നും ഇതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. പൊതുമേഖലാ സംരക്ഷണം എന്ന് പറഞ്ഞാൽ കോർ ഇൻഡസ്ട്രീസ്, അടിസ്ഥാന വ്യവസായ സ്ഥാപനങ്ങൾ, പ്രതിരോധ മേഖല, നിലവിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാതെ സംരക്ഷിക്കണം എന്നുള്ള കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിണറായി സർക്കാരും അത് തുടരുന്നുണ്ട്. ഈ ബഡ്ജറ്റിലും അത് തുടരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പബ്ലിക് സെക്ടറിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു റിവോൾവിംഗ് ഫണ്ട്, അത് കേരളത്തിലെ ട്രേഡ് യൂണിയനുകളെല്ലാം സപ്പോർട്ട് ചെയ്ത INTUC അടക്കം എല്ലാ ട്രേഡ് യൂണിയനും ഒരു റിവോൾവിംഗ് ഫണ്ട് രൂപീകരിക്കണം. കിബിയിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കടപരിധിയായിട്ട് അതിനെ കാണിക്കുമെന്നുള്ളതുകൊണ്ട് കിബിയിൽ അനുവദിക്കാൻ ധനകാര്യ വകുപ്പ് മന്ത്രി തയ്യാറാവില്ല, കേന്ദ്രവും തയ്യാറല്ല. അതുകൊണ്ട് ഒരു റിവോൾവിംഗ് ഫണ്ട് ഉണ്ടാക്കിക്കൊണ്ട് A ഗ്രേഡ് വ്യവസായങ്ങൾ, C ഗ്രേഡ് വ്യവസായ സ്ഥാപനങ്ങളുടെ നിശ്ചിത ഓഹരി എടുത്ത് ആ ഒരു ഫണ്ട് ഒരു പൂളായിട്ട് നിശ്ചയിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ഒരു ആശയം ഇപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി സഖാവ് രാജീവ് തന്നെ മുന്നോട്ട് വെച്ച് ആ മന്ത്രാലയം അംഗീകരിച്ച് ബ്യൂറോ ഓഫ് ട്രാൻസ്ഫോമിംഗ് പബ്ലിക് സെക്ടർ BPT എന്ന് പറയുന്ന പഴയ റിയാബിൻ്റെ സ്ഥാനത്തുള്ള പുതിയ BPT അതിന് അപ്രൂവൽ കൊടുത്ത് ക്യാബിനറ്റിൻ്റെ അപ്രൂവലിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം ചേർത്ത് വരുമ്പോൾ പൊതുമേഖലയ്ക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ സ്വകാര്യ നിക്ഷേപവും ഇവിടെ ആവശ്യമാണ്.
സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനി നാളെ ഇതൊരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റിലേക്ക് മാറിയാലും സ്വാഭാവികമായിട്ടും സ്വത്തുടമ ബന്ധങ്ങളിൽ മാറ്റമുണ്ടാക്കി മൂലധനത്തിന് സാമൂഹ്യ നിയന്ത്രണം കൊണ്ടുവരുന്നൊരു കാഴ്ചപ്പാടാണ് സോഷ്യലിസത്തിനുണ്ടാവുക. അതിൻ്റെ അർത്ഥം എല്ലാ പൊതുമുതലും ഉടനെ കണ്ടുകെട്ടി അങ്ങനെയല്ല, സ്വകാര്യ നിക്ഷേപത്തിനും അവസരം ഉണ്ടാവും. അത് വച്ചുകൊണ്ട് തന്നെയാണ് സോവിയറ്റ് യൂണിയൻ്റെയും ചൈനയുടെയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ഭരണ തുടർച്ചയുള്ള പിണറായി ഗവൺമെൻറ് പോലും 57-ലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ സ്വകാര്യ മൂലധന നിക്ഷേപകരെയൊന്നും ആട്ടി ഓടിക്കുന്നവരല്ല ഞങ്ങൾ. അതിനോട് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു കാര്യം കൂടി ഇവിടെ ഇപ്പം ധനകാര്യ വകുപ്പിൻ്റെ തന്നെ പുതിയ അല്ലെങ്കിൽ പലപ്പോഴുമുള്ള നിലപാടുകൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ സ്വന്തമായ വരുമാനം കണ്ടെത്തണം അല്ലെങ്കിൽ കണ്ടെത്തി മുൻപോട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള ഉത്തരവുകൾ അല്ലെങ്കിൽ നിലപാടുകൾ പലപ്പോഴും ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട്. അപ്പോൾ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഫണ്ടുകൾ കണ്ടെത്തണം അല്ലെങ്കിൽ ലാഭത്തിലേക്ക് എത്തണം എന്നുള്ള നിലപാടുകൾ ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം KSRTCയുടെ കാര്യം പറഞ്ഞാൽ 1521 കോടി രൂപയാണ്. അപ്പോൾ ഈ വിധത്തിൽ അപ്പോൾ അതിൽ തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ളൊരു മാറ്റമായിരിക്കണം ഇനിയുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ മുമ്പോട്ട് നിങ്ങൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്നോടാണോ ചോദിച്ചത്? അതെ അതെ അതെ, KN ഗോപിനാഥ്. ഹലോ. അല്ല, പൊതുമേഖലയുടെ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഒരിക്കലും ഒരു ചാഞ്ചാട്ടം ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവുകയും ചെയ്യില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയമാണത്. എന്നാൽ കോൺഗ്രസ്, മനോരമയൊന്നും അതിനകത്ത് ഹൈലൈറ്റ് കൊടുക്കാറില്ല. കേരളത്തിനകത്ത് ഏതാണ്ട് 20ഓളം വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഈ പറഞ്ഞ പട്ടികയിലുള്ള 18 എണ്ണം അതിൻ്റെ അകത്ത് ഇല്ലാത്തതുമൊക്കെ അടക്കമുള്ള TCC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ന് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന വൻകിട കാറ്റഗറിയിൽപ്പെടുന്ന ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോൾ, ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എൻ്റർപ്രൈസസ് റിഫോംസ് കമ്മിറ്റി RC ചൗധരി കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് അതിനെ അടച്ചുപൂട്ടാൻ വേണ്ടി നിർദ്ദേശം വച്ചതാണ്. ശക്തമായി ട്രേഡ് യൂണിയനുകൾ സമരം ചെയ്തിട്ടാണ് ചെയ്തത്. ആ ഗതികേട് കേരളത്തിലില്ലല്ലോ. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് കേന്ദ്രം കൈയൊഴിഞ്ഞ് അടച്ചുപൂട്ടിയതാണ്. കേരള ഗവൺമെൻറ് കേരള പേപ്പർ പ്രൊഡക്റ്റായിട്ട് ഏറ്റെടുത്തു. അതേപോലെ തന്നെ EML കാസർഗോഡ് എത്രയും നാളായിട്ട് അടച്ചു കിടക്കുകയാണ്, അതിനെ ഏറ്റെടുത്തു. ഒന്നാം പിണറായി സർക്കാരാണ് കേരളത്തിൽ 6 പുതിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് പബ്ലിക് സെക്ടറിൽ തുടങ്ങിയത്. അത് കെല്ലിൻ്റെ യൂണിറ്റ് തുടങ്ങി, ട്രാക്കോയുടെ യൂണിറ്റ് തുടങ്ങി, അങ്ങനെ പല യൂണിറ്റും. 17 കൊല്ലമായി പാമ്പും പഴുതാരയും കയറി ഇറങ്ങി ആൾവാസമില്ലാത്ത വിധത്തിലേക്ക് ആയതാണല്ലോ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ. ഇന്ന് ലാഭകരമായി പ്രവർത്തിക്കുകയല്ലേ. അത് വളരെ ശക്തമായി അത് പ്രവർത്തിക്കുന്ന വിധത്തിലേക്ക് അതിനെ ഏറ്റെടുത്തതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെയും BJPയുടെയും ഈ നയം രണ്ടും രണ്ടാണ്. മനോരമ എന്തുകൊണ്ട് 23 നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷന് കീഴിലുള്ള ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ മില്ലുകൾ, ആ ടെക്സ്റ്റൈൽ മില്ലുകളിൽ 6 എണ്ണം കേരളത്തിലാണ്. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. പാർവതി മില്ല് കൊല്ലത്ത് 14 കൊല്ലമായി അടഞ്ഞു കിടക്കുന്നു. അതേപോലെ കോവിഡ് കാലത്ത് അടച്ചുപൂട്ടിയതാണ് ബാക്കി 5 മില്ലുകൾ. തിരുവനന്തപുരത്തെ വിജയമോഹിനി മില്ല്, കേരളലക്ഷ്മി തൃശ്ശൂർ, കണ്ണൂർ മില്ല്, മാഹി മില്ല്, ഇങ്ങനെ കേരളത്തിനകത്തുള്ള 5ഉം മാഹിയിലെ ഒരെണ്ണവും കൂടി ചേർത്ത് കേരള പ്രിവ്യൂവിൽ വരുന്ന ആ മില്ലുകളിൽ 3000-ലധികം വരുന്ന പെർമനൻ്റ് തൊഴിലാളി പട്ടിണിയും പരിവട്ടമായിട്ട് 3 കൊല്ലമായിട്ട് നിന്നിട്ട് ആ അടച്ചുപൂട്ടി ഇട്ടിരിക്കുന്ന കാര്യം മനോരമയ്ക്ക് വാർത്തയാവാത്ത എന്താ? ശരി, KN ഗോപിനാഥ്, തിരിച്ചു വരാൻ ഹെൻറി ഓസ്റ്റിനോടും ഈ ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ശ്രീ ഹെൻറി ഓസ്റ്റിൻ, ഇവിടെ ഒരു നെഹ്റുവിയൻ കാഴ്ചപ്പാടാണ്. നമുക്കറിയാം, പൊതുമേഖല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലോട്ട് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വരവ് തന്നെ ഒരു നെഹ്റുവിയൻ കാഴ്ചപ്പാടിൻ്റെ തുടർച്ചയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ അല്ലെങ്കിൽ നമ്മൾ പല കണക്കുകളും പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ അത് മുൻപ് കോൺഗ്രസ് സർക്കാരിൻ്റെ സമയത്ത് പൂട്ടിപ്പോയ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് പോയ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പോൾ ഈ സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ നമ്മളെ 2-3 കാറ്റഗറി ആയിട്ട് നമ്മൾ ഇതിനെ കാണണം. ഇപ്പൊ വളരെ അത്യാവശ്യമായി ഇപ്പൊ നമ്മുടെ ജനജീവിതത്തെ ബാധിക്കുന്ന പല മേഖലകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചതിന്റെ ഉദ്ദേശം അവിടെ ഒരു ഗവൺമെന്റ് കൺട്രോൾ, പ്രൈസ് കൺട്രോൾ, അതേപോലെ ആ സേവനങ്ങളുടെ കാര്യത്തിൽ ഇത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളെ ഇവിടെ ചർച്ച ചെയ്യുന്ന നഷ്ടം ഉണ്ടാക്കുന്ന വലിയ നഷ്ടമുള്ള കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും എടുത്തു നോക്കിയാൽ KSRTC 1521 കോടിയാണ്, വാട്ടർ അതോറിറ്റി 1312 കോടി, പെൻഷൻ ഫണ്ട് 1043 കോടി, KSEB 1023 കോടി, സപ്ലൈകോ 190 കോടി.
ഇതില് ഈ പറഞ്ഞ മേഖലകളിലെല്ലാം നമുക്ക് ഗവൺമെന്റിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ പൊതുമേഖലാ സാന്നിധ്യം അനിവാര്യമാണ്. കാരണം നമ്മുടെ വിപണിയിൽ ഇപ്പൊ വെള്ളമായാലും വൈദ്യുതി ആയാലും അതേപോലെ തന്നെ സപ്ലൈകോ അടിസ്ഥാനപരമായിട്ട് 13 ഇനങ്ങളിലുള്ള ഐറ്റംസിന് ആ വിപണിയായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ട് ആ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി വിപണി ഇടപെടൽ നടത്താൻ വേണ്ടിയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റ് മോണിറ്ററി സപ്പോർട്ട് കൂടി നിലനിർത്തേണ്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവ തീർച്ചയായിട്ടും അതിന് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതിപ്പോ KSB ആണെങ്കിലും വാട്ടർ അതോറിറ്റി ആണെങ്കിൽ നമുക്ക് കൈയൊഴിയാൻ സാധിക്കില്ലല്ലോ. കാരണം വെള്ളത്തിനും വൈദ്യുതിക്കും ഒക്കെ വിപണി വില അനുസരിച്ച് കൊടുക്കാതെ പറഞ്ഞാൽ ജീവിത ചെലവ് ക്രമാതീതമായി വരും. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബഡ്ജറ്റ് സപ്പോർട്ടോടുകൂടി തന്നെ നിലനിർത്തേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ നയത്തിൽ തന്നെ ധനകാര്യ വകുപ്പിന്റെ നയം വളരെ ക്ലിയർ ആണ്. സ്വന്തം പണം കൊണ്ട് തന്നെ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകണമെന്ന്. KSRTCക്ക് പലതരം സഹായം കൊടുക്കുമ്പോൾ തന്നെ ഇത് ഗവൺമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഗവൺമെന്റ് സഹായിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഗവൺമെന്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താ, നിങ്ങളെ സ്വന്തമായിട്ടുള്ള വരുമാനത്തിൽ തന്നെ നിലനിൽക്കണം ശ്രമിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു നയത്തിലേക്ക് ഇടതുപക്ഷ സർക്കാർ മാറിക്കഴിഞ്ഞു. അതില്ലാണ്ട് നമ്മളെ ഇവിടെ നമ്മളൊരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ കടുംപിടുത്തം പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം റാഷണലൈസേഷൻ അനിവാര്യമാണ്. ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനം 149 57 ലാഭത്തിലോടും. പക്ഷേ ഹെൻറി ഓസ്റ്റിൻ നമുക്കറിയാം ഹെൻറി ഓസ്റ്റിൻ കഴിഞ്ഞ വർഷത്തെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിക്ഷേപത്തിന്റെ കാര്യത്തിലും വിറ്റുവരവിന്റെ കാര്യത്തിലും ലാഭത്തിന്റെ കാര്യത്തിലും എല്ലാം ഈ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഇതിലൊരു 25ഓളം കമ്പനികൾ കണക്കുകൾ പോലും പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ സാധിക്കും നമുക്ക്. ചില കമ്പനികൾ ലാഭത്തിലായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഞാനത് സ്വാഗതം ചെയ്തല്ലോ. ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനത്തിൽ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ച കമ്പനികൾ ലാഭത്തിലായാലും സന്തോഷമേ ഉള്ളൂ. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ 3.5 കോടി ആളുകളുള്ള സംസ്ഥാനത്ത് 1,39,000 പേരാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നത്. 1% പോലും ഇല്ല. അപ്പൊ ഒരു ടോട്ടാലിറ്റി നമ്മൾ നോക്കുമ്പോൾ ഒരു എംപ്ലോയി പ്രോബ്ലം മാത്രമല്ല ഇത്. നമ്മുടെ മൂലധനത്തിന്റെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മൂലധനത്തിന്റെ വാല്യൂ ഇല്ലേ, 90,000 crores 90,000 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്ത് 33,000 കോടിയോളം നഷ്ടമാണ് ഇത്രയും വർഷം കൊണ്ട് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ആകത്തുക നോക്കിയുണ്ട്. അപ്പൊ ഈ സമീപ വർഷങ്ങളിൽ ചില കമ്പനികൾ ലാഭം ഉണ്ടാക്കിയതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെല്ലാം ലാഭകരമാണെന്ന് ചിത്രീകരിക്കാൻ പറ്റും. ശരി, ശ്രീ ഹെൻറി ഓസ്റ്റിൻ, നമുക്ക് സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ടാണ് ചർച്ച മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. എങ്കിലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ഹെൻറി ഓസ്റ്റിൻ അടക്കമുള്ളവർ ഈ മനോരമയുടെ വാർത്തകളെ അല്ലെങ്കിൽ ഇത്തരത്തെ തെറ്റായ വാർത്തകളെ എതിർക്കുന്നതിൽ നിങ്ങൾ മുൻപോട്ട് വെക്കുന്ന അത് ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാജ്യത്തിനും സംസ്ഥാനത്തിനും ഏറെ ആവശ്യമാണ്. അവ പൂട്ടാനുള്ളതല്ല, പൂട്ടാൻ പോകുന്നവയെ തിരിച്ച് കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏതൊരു സർക്കാരിൻ്റെയും ഉത്തരവാദിത്വം.